ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നാം ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് വ്യക്തിപരമായ പ്രാർത്ഥനയെക്കുറിച്ചാണ്. എന്താണ് വ്യക്തിപരമായ പ്രാർത്ഥന? വിശുദ്ധ കൊച്ചിത്രസ്യ പുണ്യവതി പറയുന്നുണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ പ്രാർത്ഥന എന്നാൽ ഹൃദയത്തിൻ്റെ അലയടിയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള ഒരു ലളിതമായ നോട്ടമാണ്. എന്നിട്ട് അവൾ പറയുകയാണ്, പരീക്ഷണത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഇടയിൽ നന്ദിയുടെയും സ്നേഹത്തിൻ്റെയും നിലവിളിയാണ് പ്രാർത്ഥന. എന്നാൽ കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് നമ്മെ പഠിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ ദാഹവും മനുഷ്യൻ്റെ ദാഹവും തമ്മിലുള്ള സമാഗമമാണ് അഥവാ കൂടിക്കാഴ്ചയാണ് നമ്മുടെ പ്രാർത്ഥന. മനസ്സ് ദൈവത്തിലേക്ക് ഉയർത്തുന്നതാണ് പ്രാർത്ഥന. ഏകജാതൻ്റെ ദാഹത്തിനുള്ള സ്നേഹത്തിൻ്റെ പ്രത്യുത്തരമാണ് പ്രാർത്ഥന. നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ് വ്യക്തിപരമായ പ്രാർത്ഥന എന്ന് നമുക്ക് നോക്കാം. എങ്ങനെ വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ ദൈവിക സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും എന്ന് നമുക്ക് പരിശോധിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ഉം 27-ഉം തിരുവചനത്തിൽ ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. നമ്മുടെ ആദി മാതാപിതാക്കന്മാർ അനുസരണക്കേടിലൂടെ വന്ന തിന്മയിലൂടെ ആ ദൈവിക സാദൃശ്യം നമുക്ക് നഷ്ടപ്പെട്ടെങ്കിലും ഈ ഛായ ഉള്ളിടത്തോളം കാലം ആ ദൈവത്തെ പ്രാപിക്കാനുള്ള ഒരു ദാഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. ഈ ദാഹത്തെ ശമിപ്പിക്കുന്നത് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെയാണ്. പ്രാർത്ഥനയ്ക്ക് വേണ്ട യോഗ്യത അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ എന്നാൽ എളിമയുള്ള ഒരു ഹൃദയമാണ്. അതാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 35-ാം അധ്യായം 20-ഉം 21-ഉം തിരുവചനത്തിൽ പറയുന്നത്, വിനീതൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു, അത് കർത്തൃസന്നിധിയിൽ എത്തുന്നത് വരെ അവൻ നിശബ്ദനായിരിക്കുകയില്ല. അപ്പോൾ വിനീതമായ ഒരു മനസ്സുണ്ടെങ്കിൽ മേഘങ്ങൾ തുളച്ചു കയറി അത് കർത്തൃസന്നിധിയിൽ എത്തും. അപ്പം ഏറ്റവും നമ്മളുടെ ജീവിതത്തിൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ അടിസ്ഥാനം എന്നാൽ ഹൃദയ എളിമയാണ്. വിനീതമുള്ള ഒരു മനസ്സാണ് നമുക്ക് ആവശ്യം. കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ പാപിയാണ്, എനിക്കൊന്നിനും യോഗ്യതയില്ല എന്നുള്ളൊരു ചിന്ത, അവബോധം എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. ഒരു ഭിക്ഷുവിൻ്റെ, ഒരു ധർമ്മക്കാരൻ്റെ മനസ്സായിരിക്കണം. ഒരു ഭിക്ഷു വന്ന് നമ്മുടെ അടുത്ത് യാചിക്കുമ്പോഴാണ് നമുക്ക് കരുണ തോന്നി അവർക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നത്. അതേസമയം അവർ ഗർവിഷ്ഠമായിട്ട് നമ്മുടെ അടുത്ത് വന്നാലോ നമ്മൾ അവർക്കൊന്നും കൊടുക്കത്തില്ല. അതുകൊണ്ട് എപ്പോഴും വിനീത ഹൃദയത്തിന് ഉടമയായി ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് നമ്മളുടെ പ്രാർത്ഥന കേൾക്കും. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 31-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം. നമ്മൾ പാപത്തിൽ കിടന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മളുടെ പ്രാർത്ഥന കേൾക്കില്ല. അതേസമയം നാം വിനീത മനസ്സോടെ അവിടുത്തെ വിളിച്ചപേക്ഷിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന ശ്രവിക്കും. നമ്മുടെ എല്ലാം ജീവിതത്തിൽ പലരുടെയും പരാതി, നാം ദൈവത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ദൈവം നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു തരുന്നില്ല, നമ്മൾ എത്രമാത്രം പ്രാർത്ഥിച്ചാലും അതിന് ഉത്തരം ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതി നമ്മളുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടാകും. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 3-ഉം 4-ഉം തിരുവചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്യുന്നു, എന്നാൽ നിങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല, നിങ്ങൾ വഴക്കിടുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു, നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല, ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്തുവാൻ നിങ്ങൾ തിന്മയായിട്ടുള്ളവ ചോദിക്കുന്നത് കൊണ്ടാണ്. കർത്താവ് നമ്മോടിവിടെ പറയുകയാണ്, ചോദിച്ചിട്ടും നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ തിന്മയായിട്ടുള്ളത് ചോദിക്കുന്നതുകൊണ്ടാണെന്ന്. ദൈവം എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് നാം വിചാരിക്കുന്നത്? നമ്മെ സംബന്ധിച്ചോളം അത് നന്മയായിരിക്കും, എന്നാൽ കർത്താവിൻ്റെ മുമ്പിൽ അത് തിന്മയായിട്ട് തോന്നുന്നത് കൊണ്ടാണ് പല കാര്യങ്ങളും നമുക്ക് ലഭിക്കാത്തത്. അതുകൊണ്ട് കർത്തൃസന്നിധിയിൽ നമുക്ക് നമ്മുടെ അപേക്ഷകളെല്ലാം സമർപ്പിച്ചതിന് ശേഷം ശാന്തമായിട്ട് നമ്മൾ ഇരിക്കണം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59-ാം അധ്യായം
1ഉം 2ഉം തിരുവചനത്തിൽ പറയുന്നുണ്ട്, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരകം കുറിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. എന്നാൽ നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ഇവിടെ പറയുകയാണ്, നമ്മളുടെ അകൃത്യങ്ങൾ നിമിത്തം ദൈവത്തെയും നമ്മയും തമ്മിൽ അകറ്റിയിരിക്കുകയാണ്. നമ്മുടെ പാപങ്ങൾ നിമിത്തം അവിടുത്തെ മുഖം നമ്മളിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാത്തതെന്ന്. അതുകൊണ്ട് ഏറ്റവും ആദ്യത്തെ അടിസ്ഥാനപരമായി നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് അകൃത്യങ്ങളിൽ നിന്ന്, പാപത്തിൽ നിന്ന് നാം പരിപൂർണമായിട്ട് പിന്തിരിയുക എന്നുള്ളത്. യെശയ്യാ പ്രവാചകൻ 55-ാം അധ്യായം 8ഉം 9ഉം തിരുവചനത്തിൽ യെശയ്യാ പ്രവാചകൻ നമ്മോട് പറയുകയാണ്, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. ആകാശവും ഭൂമിയും എത്രമാത്രം അകന്നിരിക്കുന്നതുവോ അതുപോലെ എൻ്റെ ചിന്തയും നിങ്ങളുടെ ചിന്തയും തമ്മിൽ അത്രമാത്രം വ്യത്യസ്തമാണ്. കാരണം നമ്മൾ ചിന്തിക്കുന്ന ഒന്നല്ല ദൈവം ചിന്തിക്കുന്നത്. കാരണം നമ്മുടെ അകൃത്യങ്ങൾ നമ്മെയും കർത്താവിനെയും തമ്മിൽ അത്രമാത്രം അകറ്റിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവമായ കർത്താവ് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 10 മുതൽ 23 വരെയുള്ള വചനത്തിൽ സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഗോവണി യാക്കോബ് ഉറക്കത്തിൽ കണ്ടു. അതിലെ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു ഗോവണിയാണ് സ്വർഗത്തെയും ഭൂമിയുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. ഇത് എന്താണ്? ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയാണ്. അകൃത്യങ്ങൾ അകറ്റിക്കൊണ്ട് പാപത്തിൽ നിന്ന് നാം പരിപൂർണമായിട്ട് പിന്തിരിഞ്ഞ ശേഷം അവിടുത്തെ വിളിച്ചപേക്ഷിച്ചാൽ സ്വർഗവും ഭൂമിയും തമ്മിൽ നമ്മുടെ പ്രാർത്ഥനകൾ ബന്ധിപ്പിക്കാൻ കഴിയും. ഇതായിരുന്നു പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. പരിശുദ്ധ കന്യാമറിയം ജന്മപാപമില്ലാതെ ജനിച്ചതുകൊണ്ട് ഈ ഭൂമിയിൽ ദൈവത്തോട് വിശ്വസ്തയായിരുന്നു. മറിയത്തിൻ്റെ ഈ ഭൂമിയിലുള്ള വിശ്വസ്തതയായിരുന്നു ദൈവവചനം മാംസമാകാൻ ഇടയായതും ദൈവപുത്രൻ മനുഷ്യപുത്രനാകാൻ ഇടയായതും. അതുകൊണ്ട് ഈ ഭൂമിയിലായിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വസ്തതയാണ് സ്വർഗം അനേക അനുഗ്രഹങ്ങൾ കരകവിഞ്ഞ് നമ്മുടെ മേൽ ഒഴുക്കുന്നത്. അതാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 45-ാം അധ്യായം 8ഉം 9ഉം തിരുവചനത്തിൽ, സ്വർഗങ്ങളെ മുകളിൽ നിന്ന് പൊഴിയുക, ആകാശം നീതി ചൊരിയട്ടെ, ഭൂമി തുറന്ന് രക്ഷ മുളയ്ക്കട്ടെ, അങ്ങനെ നീതി സംജാതമാകട്ടെ. അപ്പം നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്ന നമ്മൾ ദൈവമായ കർത്താവിനോട് വിശ്വസ്തരാണെങ്കിൽ ദൈവം സ്വർഗം തുറന്ന് അനേക അനുഗ്രഹങ്ങൾ നമുക്ക് വേണ്ടി വർഷിക്കും. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 85-ാം അധ്യായം 10ഉം 11ഉം തിരുവചനത്തിൽ പറയുന്നത്, കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ ആശ്ലേഷിക്കും, നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും, ഭൂമിയിൽ വിശ്വസ്തത മുളയെടുക്കും, നീതി ആകാശത്തുനിന്ന് ഭൂമിയെ കടാക്ഷിക്കും. നമ്മൾ ഈ ഭൂമിയിൽ വിശ്വസ്തരാണെങ്കിൽ, ഈ വിശ്വസ്തത ഭൂമിയിൽ മുളയെടുത്താൽ, വ്യക്തിപരമായ പ്രാർത്ഥന നമുക്കുണ്ടെങ്കിൽ സ്വർഗം തുറന്ന് അനുഗ്രഹം വർഷിക്കുകയും ദൈവവചനം നമ്മളിൽ ഓരോരുത്തരും മാംസമാവുകയും ക്രിസ്തു നമ്മളിൽ വസിക്കുകയും ചെയ്യും. വിശുദ്ധ അമ്മ ത്രസ്യ പുണ്യവതി പറയുന്നുണ്ട്, ദൈവവുമായിട്ടുള്ള സംഭാഷണമാണ് വ്യക്തിപരമായ പ്രാർത്ഥന. നമ്മുടെ ജീവിതത്തിലേക്ക് നാം തിരിയുകയാണെങ്കിൽ, നമ്മുടെ ഫ്രണ്ട്സിനെ നമുക്കൊന്ന് ഉദാഹരണമായിട്ടെടുത്താൽ, ഏത് കാറ്റഗറിയിലുള്ള ഫ്രണ്ട്സാണ് നമുക്കുള്ളത്? പാപത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ നമ്മുടെ സ്വഭാവവും പടിപടിയായിട്ട് അങ്ങനെ വരും. അതേസമയം വിശുദ്ധിയിൽ ജീവിക്കുന്നവരാണ് നമ്മുടെ ഫ്രണ്ട്സെങ്കിൽ നമ്മളും വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കും. അപ്പം നാം ഓരോരുത്തരും ദൈവവുമായിട്ട് സംസാരിക്കണമെങ്കിലോ ആ കർത്താവിൻ്റെ സ്വഭാവം, കർത്താവിൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, ദൈവമായ കർത്താവ് തൻ്റെ ശിഷ്യരെ ആദ്യം വിളിച്ചപ്പോൾ അവിടുന്ന് അവരെ തന്നോട് കൂടെ ആയിരിക്കാനാണ് അവിടുന്ന് വിളിക്കുന്നത്. എങ്ങനെയാണ് നാം ഓരോരുത്തരും കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്നത്? പ്രഭാഷകൻ്റെ പുസ്തകം 38-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്,
പണ്ഡിതൻ്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു, വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കൂ. നമ്മൾ പണ്ഡിതർ ആകണമെങ്കിൽ, ദൈവരാജ്യത്തിലെ രഹസ്യങ്ങൾ അറിയണമെങ്കിൽ ഇവിടെ 2 കാര്യങ്ങൾ പറയുകയാണ്. നമുക്ക് വിശ്രമം ആവശ്യമാണ്, അതുപോലെ തന്നെ നമ്മൾക്ക് വ്യഗ്രതകളും നമ്മളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം. ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള 2 വ്യക്തിത്വത്തെ നമുക്ക് കാണാൻ സാധിക്കും. മർത്തായെയും മറിയത്തെയും കുറിച്ച്. മർത്തായാകട്ടെ പലവിധ കാര്യങ്ങളിൽ വ്യഗ്രചിത്തയിൽ മുഴുകിക്കഴിഞ്ഞു, ഈശോ പറയുന്നുണ്ട് അവിടെ. എന്നാൽ മറിയമാകട്ടെ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കുകയില്ല. മർത്ത പലപ്പോഴും ഉത്കണ്ഠാകുലയും ആകുലയും ആയിരുന്നപ്പോൾ മറിയം ഏറ്റവും ശാന്തമായിട്ട് കർത്താവിൻ്റെ കാൽക്കലിരുന്ന് അവിടുത്തെ വചനം ശ്രവിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ 2 വ്യക്തിത്വങ്ങളും നമ്മുടെ ജീവിതത്തിനുണ്ട്. പല സമയത്തും നാം ഭയങ്കര വ്യഗ്രചിത്തരാണ്, നാം ഉത്കണ്ഠാകുലരാണ്. ഇങ്ങനെ നാം പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുകയില്ല. നാം കണ്ടു, പണ്ഡിതൻ്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ വ്യഗ്രതകളിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ദൈവീക ജ്ഞാനം ലഭിക്കുകയും കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം ആ മർത്തായുടെ സ്വഭാവങ്ങൾ പൂർണ്ണമായിട്ട് നമ്മളിൽ നിന്ന് എടുത്തു മാറ്റി ആ മറിയത്തിൻ്റെ സ്വഭാവം നമ്മൾ സ്വീകരിക്കണം. ഇവിടെ എല്ലാം പറയുന്നുണ്ട്, ആ ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് മറ്റുള്ളവരെ പരദൂഷണം പറയാതെ കർത്താവിൻ്റെ കൂടെ ഇരുന്നാൽ അവിടെയാണ് കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ആവശ്യമായിരിക്കേണ്ട ഒരു കാര്യമാണ് സൈലൻസ് അഥവാ പരിപൂർണ നിശബ്ദത. ഈ ഉത്കണ്ഠയും ആകുലതയും നമ്മളിൽ നിന്ന് പരിപൂർണമായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ അടിയറ വെച്ച ശേഷം നാം ഏറ്റവും ശാന്തതയിലേക്ക്, ആ സൈലൻസിലേക്ക് കടന്നു വരണം. നമ്മുടെ ബുദ്ധിയും മനസ്സും ചിന്തകളും എല്ലാം നാം സസ്പെൻഡ് ചെയ്യണം. അതായത് നമ്മൾ അതിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിക്കണം. അപ്പോഴാണ് കർത്താവിന് നമ്മളിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയും ദൈവമായ കർത്താവുമായിട്ട് നമുക്ക് സംസാരിക്കുവാനും സാധിക്കുന്നത്. ദൈവിക സാന്നിധ്യം ലഭിക്കുവാനായിട്ട് ആദ്യം പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഒരു കൊന്ത നമ്മൾ ചൊല്ലി കാഴ്ചവെക്കുക. കൊന്തയിൽ പ്രത്യേകിച്ച് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 2 മുതൽ 6 വരെയുള്ള തിരുവചനത്തിൽ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയും ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ഉം 42-ഉം തിരുവചനങ്ങളും കൂടെ ചേരുന്നതാണ് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന. പിതാവായ ദൈവം ആ ദൈവദൂതനിലൂടെ പരിശുദ്ധ കന്യാമറിയത്തെ അഭിസംബോധന ചെയ്യുകയാണ്. ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഇത് തന്നെയാണ് എലിസബത്ത് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞവളായി ഉദ്ഘോഷിച്ചു. നീ സ്ത്രീകളിൽ അനുഗ്രഹിതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതവും. ഇതും നാം പരിശുദ്ധ ത്രിത്വത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന പ്രാർത്ഥന ആവർത്തിച്ച് ഉരുവിടുമ്പോൾ ആ ദൈവീക സാന്നിധ്യം നമുക്ക് ലഭിക്കും. പ്രത്യേകിച്ച് ആ ഉത്കണ്ഠതകളിൽ നിന്നും ആകുലതകളിൽ നിന്നും നാം പരിപൂർണമായിട്ട് നമുക്ക് മോചനം ലഭിക്കുകയാണ്. പിന്നീട് നാം കുറച്ച് സമയത്ത് ദൈവത്തെ സ്തുതിച്ച് കഴിയുമ്പോൾ നമ്മിലുള്ള അശുദ്ധ ശക്തികളും അന്ധകാര ശക്തികളും എല്ലാം തകരുകയാണ്. പ്രത്യേകിച്ച് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ 1 മുതൽ 9 വരെയുള്ള തിരുവചനം നാം വായിക്കുമ്പോൾ സേറാഫുകൾ ദൈവത്തെ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് സ്തുതിച്ചപ്പോൾ യെശയ്യാ പ്രവാചകന് ഉണ്ടായ അനുഭവം ആ ദേവാലയം മുഴുവൻ ധൂമപൂരിതമാവുകയും ദൈവിക സാന്നിധ്യം കൊണ്ട് നിറയുകയും ആ പ്രവാചകന് തൻ്റെ പാപാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണെന്ന്. കുറച്ച് സമയം നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക. പ്രത്യേകിച്ച് പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞും സ്വർഗത്തിൽ നിന്നുണ്ടായ ആ സ്വരമായ ഹല്ലേലൂയ ഹല്ലേലൂയ എന്നെല്ലാം പറഞ്ഞ് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി കഴിയുമ്പോൾ ദൈവിക ചൈതന്യം കൊണ്ട് നമ്മൾ നിറയുകയും നമ്മളിലെ പാപാവസ്ഥകൾ ബന്ധനങ്ങൾ എല്ലാം വിട്ടുപോവുകയും ചെയ്യുന്നു.
പിന്നീട് നമ്മൾ കുറച്ച് സമയം കർത്താവിൻ്റെ വചനം എടുത്ത് വായിക്കുക. 2 തിമോത്തിയോസ് 3:16 പറയുന്ന പോലെ വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അപ്പം നമ്മളും ഈ വിശുദ്ധ ലിഖിതം വായിക്കുമ്പോൾ നമ്മളും ദൈവനിവേശിതരാകുകയും ദൈവീക ചൈതന്യം കൊണ്ട് നമ്മൾ ഓരോരുത്തരും നിറയപ്പെടുകയും ചെയ്യും. അതിരാവിലെ നാം ഉണർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമുക്ക് അനേക കൃപകൾ തരുന്നു. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 46 4 മുതലുള്ള തിരുവചനത്തിൽ ദൈവത്തിൻ്റെ നഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കി ഒഴുകുന്ന ഒരു നദിയുണ്ട്. ആ നഗരത്തിൽ ദൈവം വസിക്കുന്നു. അതിരാവിലെ ദൈവം അതിനെ സഹായിക്കുന്നു. അവിടെയെല്ലാം പറയാണ്, അതിരാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമുക്ക് കൃപ തരികയാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 32 തിരുവചനത്തിനും എങ്ങനെയാണ് നാം അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ടത്? പ്രഭാഷകൻ്റെ പുസ്തകം 39 5 മുതലുള്ള തിരുവചനത്തിൽ സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ അവൻ അതിരാവിലെ താൽപ്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നു. അവൻ അത്യുന്നതൻ്റെ മുമ്പിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. നമ്മൾ അതിരാവിലെ സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ വേണ്ടി താൽപ്പര്യപൂർവ്വം എഴുന്നേറ്റ് അവിടുത്തെ മുമ്പിൽ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം സമർപ്പിക്കുക. പ്രത്യേകിച്ച് ദൈവിക സാന്നിധ്യം കൊണ്ട് നിറയാൻ വേണ്ടി ഒരു കൊന്ത ചൊല്ലി ദൈവത്തെ സ്തുതിച്ച് കുറച്ച് വചനങ്ങളെല്ലാം വായിക്കുമ്പോൾ ദൈവിക ചൈതന്യം കൊണ്ട് നാം നിറയും. എന്നിട്ട് പറയാണ്, അവൻ പാപമോചനത്തിനായി യാചിക്കുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ അനുതാപമെടുക്കുക. സങ്കീർത്തനം 51 ചൊല്ലി ആ പാപങ്ങളെക്കുറിച്ച് അനുതപിച്ച് കഴിയുമ്പോൾ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. എന്നിട്ട് പറയാണ്, സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ ചൈതന്യം അവനിൽ നിറയും. ദൈവമായ കർത്താവ് കനിഞ്ഞാൽ ദൈവിക ജ്ഞാനം കൊണ്ട് നമ്മളെ നിറയ്ക്കുകയും വിജ്ഞാന വചസ്സുകൾ പൊഴിഞ്ഞ് പ്രാർത്ഥനാപൂർവം അവൻ കർത്താവിന് നന്ദി പറയും. അവൻ്റെ ചിന്തയും അറിവും നേരായ മാർഗത്തിലൂടെ തിരിയും. അവിടുത്തെ രഹസ്യങ്ങളെക്കുറിച്ച് അവൻ ധ്യാനിക്കുകയും ചെയ്യും. ആദ്യകാലങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് വ്യക്തിപരമായ പ്രാർത്ഥന എന്തെന്നറിയാത്തവർക്ക്, അത് ചെയ്യാത്തവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതി പറയുന്നുണ്ട്, വ്യക്തിപരമായ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പലതരത്തിലാണ്. ഒന്ന് വാചിക പ്രാർത്ഥനയുണ്ട്, അതായത് നമ്മൾ അങ്ങോട്ട് ദൈവത്തോട് എപ്പോഴും ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. 2 മെഡിറ്റേഷൻ, ധ്യാനാത്മകത, അതായത് നമ്മളുടെ ചിന്തയിലും എല്ലാം ബുദ്ധിയിലുമെല്ലാം ദൈവവചനങ്ങൾ നമ്മൾ ധ്യാനിക്കുന്നു, ദൈവീക കാര്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്നു. 3ാമത്തെ സ്റ്റേജാണ് കോണ്ടംപ്ലേഷൻ അഥവാ സമാധിയിലേക്കുക. ഈ സ്റ്റേജിൽ നമ്മളുടെ ബുദ്ധിയും മനസ്സും ചിന്തകളും അപ്പാടെ അവിടെ അടയപ്പെടുകയാണ്, സസ്പെൻഡ് ചെയ്യുകയാണ്. എന്നിട്ട് ദൈവമായ കർത്താവ് നമ്മുടെ ആത്മാവിൽ അനേക ദൈവിക രഹസ്യങ്ങൾ കൊണ്ട് സ്ഥാപിക്കുകയാണ്. ദൈവമാണ് അവിടെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. നമ്മൾ വെറുതെ നമ്മളുടെ ബാഹ്യമായ എല്ലാം അടച്ചുകൊണ്ട്, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയുടെ ആരാധനയ്ക്കൊക്കെ കയറുമ്പോൾ ആ ചാപ്പലിന് പുറത്ത് എഴുതി വെച്ചേക്കുന്ന കാണാം, മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യുക എന്ന്. അതായത് ഒരു ഡിസ്ട്രാക്ഷനും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഇതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിയെയും മനസ്സിനെയും ചിന്തകളെയും നാം ഫുൾ സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം സമയത്ത് നാം ധ്യാനിക്കുകയല്ല ചെയ്യേണ്ടത്. ദൈവമായ കർത്താവ് നമ്മുടെ ആത്മാവിൽ അനേക രഹസ്യങ്ങൾ നിക്ഷേപിക്കുന്ന സമയമാണ്. ഇതാണ് 3ാമത്തെ സ്റ്റേജ്. വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതി പറയുന്നുണ്ട്, ആ വാചിക പ്രാർത്ഥന കഴിയുമ്പോൾ ദൈവവുമായിട്ട് ഒന്നായി തീരുവാനായിട്ട് ആദ്യ സമയത്ത് കിണറ്റിൽ നിന്ന് കപ്പിയില്ലാതെ തൊട്ടിയിട്ട് നമ്മൾ വെള്ളം കോരുന്നത് പോലെയാണ്. അപ്പം നമുക്കറിയാം അവിടെ ബുദ്ധിമുട്ടുണ്ട്. തൊട്ടിയിട്ട് കഴിയുമ്പോൾ കുനിഞ്ഞ് നമ്മൾ വെള്ളം കോരിക്കഴിയുമ്പോൾ ഇടയ്ക്ക് കല്ലുകളുണ്ടെങ്കിൽ പല സ്ഥലത്തും ഇടിച്ച് വെള്ളം ഒത്തിരിയേറെ താഴെ പോകുന്നു. അവിടെ നമ്മൾ ബുദ്ധിമുട്ടുകൾ സഹിക്കണം ആ വെള്ളം കോരാൻ വേണ്ടി. 2ാമത്തെ സ്റ്റേജിൽ വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതി പറയുന്നുണ്ട്, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ തൊട്ടിയിൽ കപ്പിയിട്ട് വെള്ളം കോരുന്നതിന് തുല്യമാണ്. അവിടെ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ കുറഞ്ഞിരിക്കും, കാരണം വെള്ളം ചോർന്നു പോകത്തില്ല. 3ാമത്തെ സ്റ്റേജിൽ മോട്ടർ വെച്ചിട്ട് സ്വിച്ച് ഇട്ടാൽ മതി, വെള്ളം മുകളിൽ വരും. 4ാമത്തെ സ്റ്റേജിൽ അമ്മ ത്രേസ്യ പുണ്യവതി പറയുന്നത്, നാം ഒന്നും ചെയ്യേണ്ട, മഴ പെയ്താലോ
നമ്മൾ മോട്ടറിൻ്റെ സ്വിച്ച് ഇടണ്ട, വെള്ളം കോരണ്ട, ഭൂമി മുഴുവൻ നിറയുന്നത് പോലെയാണ്. വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ നാം കർത്താവുമായിട്ട് അടുത്തു കഴിഞ്ഞാൽ, ആ ദൈവിക സാന്നിധ്യം അനുഭവിച്ചാൽ നാം അവിടെ ഒന്ന് ഇരുന്ന് കൊടുത്താൽ മതിയെന്ന്. അതുകൊണ്ട് ഈ സമയത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം കപ്പിയില്ലാതെ വെള്ളം കോരുന്നത് പോലെ കുറച്ച് നമ്മൾ കഷ്ടപ്പെടണം. ഈശോയെ അനുഭവിക്കാൻ വേണ്ടി, ദൈവമായിട്ട് സംസാരിക്കാൻ വേണ്ടി. ദൈവത്തിൻ്റെ ദാഹവും നമ്മുടെ ദാഹവും കൂടി ഒന്നായി തീരണമെങ്കിൽ നാമും പരിപൂർണ നിശബ്ദതയിലേക്ക് വരണം. 1 രാജാക്കന്മാർ 19 അധ്യായത്തിൽ 1 മുതൽ 14 വരെയുള്ള തിരുവചനത്തിൽ എലിയ പ്രവാചകന് 40 രാവും 40 പകലും കഷ്ടപ്പെട്ട് ദൈവത്തിൻ്റെ മലയായ ഹോറേബിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ ദൈവത്തെ കണ്ടില്ല. ഒരു ഗുഹയിൽ ഇരിക്കുകയാണ്. 19 അധ്യായം 10 തിരുവചനത്തിൽ. അപ്പം അവിടുന്ന് ഒരു സ്വരം ശ്രവിക്കുകയാണ്, ഏലിയ നീ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഏലിയ പറയുന്നുണ്ട്, ദൈവമായ കർത്താവിനെ പ്രതിയുള്ള അതീവ തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ് എന്ന്. അതിനുശേഷം ഏലിയ പ്രവാചകന് വലിയ ഇടിമുഴക്കത്തിൻ്റെയും ഭൂകമ്പത്തിൻ്റെയും എല്ലാം ശബ്ദം കേട്ടു. അവിടെയൊന്നും കർത്താവില്ലായിരുന്നു. പിന്നീട് പറയുകയാണ്, ഒരു ഷീ സൈലൻസ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത്. അതായത് മന്ദമാരുതൻ്റെ ഒരു രൂപത്തിലാണ് ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ സാധിച്ചത്. നാം ഒന്ന് ചിന്തിച്ചാൽ, ആ മന്ദമാരുതൻ വരുന്നത്, അതിൻ്റെ ശബ്ദം നമുക്ക് ശ്രവിക്കാൻ സാധിക്കുകയില്ല, അസമയം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇതാണ് യോഹന്നൻ്റെ സുവിശേഷം 3 അധ്യായം 6 മുതൽ 8 വരെയുള്ള തിരുവചനത്തിൽ, കാറ്റ് എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് നീ അറിയാത്തതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിച്ച ഏവനും. അതുകൊണ്ട് ഈ മന്ദമാരുതനെ നമുക്ക് അനുഭവിക്കണമെങ്കിൽ നാം പരിപൂർണ നിശബ്ദതയിലേക്ക് വരണം. ഈ പരിപൂർണ നിശബ്ദതയിലാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. നാം കർത്താവിലേക്ക് വന്നു കഴിയുമ്പോൾ വ്യക്തിപരമായ പ്രാർത്ഥന തുടങ്ങിയാൽ ഏറ്റവും ആദ്യം അറിയുന്നത് ആരാണ്? യാക്കോബിൻ്റെ ലേഖനം 2 അധ്യായം 19 തിരുവചനത്തിൽ പറയുന്നുണ്ട്, ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു, അങ്ങനെ തന്നെ പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു, അവർ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു. നമ്മൾ വ്യക്തിപരമായ പ്രാർത്ഥന തുടങ്ങിയാൽ നമുക്ക് നോട്ടം വയ്ക്കുന്ന ഒരേ ഒരു വ്യക്തി സാത്താനാണ്. എങ്ങനെയെങ്കിലും നമ്മുടെ പ്രാർത്ഥനാ ജീവിതം അവൻ തകർത്ത് കളയും. ഒന്നെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ജോലി സ്ഥലത്തു നിന്നായിരിക്കാം, ഹസ്ബൻഡായിരിക്കാം, മക്കളായിരിക്കാം, വൈഫായിരിക്കാം, അമ്മായിപ്പൻ, ഇങ്ങനെ പലരുമായിരിക്കാം. ആ വ്യക്തികളിലൂടെ പിശാച് കയറി പ്രവർത്തിക്കും. അതുകൊണ്ട് വ്യക്തിപരമായ പ്രാർത്ഥന നടത്തുമ്പോൾ നമ്മെപ്പോഴും ജാഗരൂകരായിരിക്കണം. നമ്മൾ ഒരാഴ്ച നന്നായി പ്രാർത്ഥിച്ച് ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ തുടങ്ങിയാൽ ആരെങ്കിലും വഴി ഏതെങ്കിലും തരത്തിൽ വന്ന് പ്രശ്നങ്ങളോ വഴക്കുകളോ എന്തെങ്കിലും ഉണ്ടാക്കി നമ്മുടെ ആ ആത്മീയ ജീവിതം മുഴുവൻ തകർന്നു പോകും. ആത്മീയ ജീവിതം നയിക്കുന്ന പലരും പങ്കുവയ്ക്കാനുള്ള ഒരു അനുഭവമാണ്. ചെറുപ്പത്തിലൊക്കെ നമ്മൾ പാമ്പും ഗോവണി എന്ന് പറഞ്ഞൊരു കളി നമ്മളെല്ലാം കളിക്കുമായിരുന്നു. അതായത് 1 തൊട്ട് 99 വന്ന് കയറിക്കഴിയുമ്പം 99 എന്ന് പാമ്പ് ഒരൊറ്റ വിഴുങ്ങിച്ച നേരെ താഴെ വരും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതവും. പ്രാർത്ഥിച്ച് നമ്മൾ ദൈവിക സാന്നിധ്യത്തിൽ എത്തിക്കഴിയുമ്പോഴാണ് നമ്മുടെ എല്ലാം തകർന്ന് വഴക്കും പ്രശ്നങ്ങളും എന്തെങ്കിലുമായിട്ട് നമ്മൾ ഏറ്റവും താഴെ വരുന്നത്. അപ്പോൾ പിശാച് നമ്മെക്കൊണ്ട് ചിന്തിപ്പിക്കും, എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥിച്ചാൽ ഇതാണ്. അതെല്ലാം അവൻ്റെ തന്ത്രങ്ങളാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു കാര്യം ഓർക്കുക, സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 37 അധ്യായത്തിൽ 24 തിരുവചനത്തിൽ പറയുന്നുണ്ട്, നീതിമാൻ 7 തവണ വീണാലും അവൻ എണീൽക്കും, കർത്താവ് അവൻ്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നീതിമാന്മാരായാലും ഒരു ദിവസം നമ്മൾ 7 തവണ വീഴും, പക്ഷേ നമ്മൾ വീണ്ടും എണീക്കും. ആ സമയം നമ്മളൊരിക്കലും പ്രാർത്ഥന നിർത്തരുത്. മിക്ക പ്രവാചകൻ്റെ പുസ്തകത്തിൽ 7 അധ്യായം 8 വചനം, എൻ്റെ ശത്രുക്കളെ നിങ്ങൾ എന്നെക്കുറിച്ച് ആഹ്ലാദിക്കേണ്ട, വീണാലും ഞാൻ എണീക്കും, ഞാൻ ഇരുട്ടത്തായാലും കർത്താവായിരിക്കും എൻ്റെ പ്രകാശം. നമ്മുടെ ശത്രു ആരാണ്? പിശാചാണ്. എൻ്റെ ശത്രുക്കളെ നിങ്ങൾ എന്നെക്കുറിച്ച് ആഹ്ലാദിക്കേണ്ട. അപ്പം നമ്മൾ പാപത്തിൽ വീണ് കഴിയുമ്പോൾ സാത്താൻ ആഹ്ലാദിക്കുകയാണ്. അപ്പം നമ്മൾ പറയുന്നത് എന്താണ്? ഞാൻ വീണാലും ഞാൻ എണീക്കും, ഞാൻ ഇരുട്ടത്തായാലും
കർത്താവായിരിക്കും എൻ്റെ പ്രകാശം. ഈ ഒരു വചനം നമുക്ക് അടിവരയിട്ട് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. അങ്ങനെ സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ നമ്മൾ പരാജയപ്പെടുത്തിക്കൊണ്ട് വ്യക്തിപരമായ പ്രാർത്ഥന തുടങ്ങിയാൽ നമ്മൾ അത് ഒരിക്കലും അവസാനിപ്പിക്കരുത്. ഒരു കാര്യം നാം വ്യക്തമായിട്ട് ഓർക്കുക, അനുദിനം അധ്വാനിച്ചതിൻ്റെ കൂലി നമുക്ക് ലഭിക്കുമ്പോൾ അവ നമ്മൾ ഓരോ ദിവസവും ബാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കുന്നു. അല്ലെങ്കിൽ ഒരു മാസത്തെ സാലറി കിട്ടിക്കഴിയുമ്പോൾ അത് നമ്മൾ ബാങ്കിൽ കൊണ്ട് നിക്ഷേപിച്ച് ഒരു സേവിങ് അക്കൗണ്ടായിട്ട് അത് വളർത്തിയെടുക്കുന്നു. ആവശ്യ സമയത്ത് നമ്മൾ ATM കാർഡ് വഴി ആ ക്യാഷ് പിൻവലിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഗൂഗിൾ പേ വഴി ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതവും. പ്രാർത്ഥനയിലൂടെ നമ്മൾ സ്വർഗത്തിൽ അനേക നിക്ഷേപങ്ങൾ കൂട്ടുകയാണ്, നമ്മുടെ ആത്മീയ ശക്തി വർദ്ധിപ്പിക്കുകയാണ്, ദൈവിക ചൈതന്യം കൊണ്ട് നാം നിറയുകയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു, ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ജ്ഞാന ചൈതന്യം എന്നിൽ നിറഞ്ഞു. അപ്പം നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ വിവേകം ലഭിക്കും. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവിക ചൈതന്യം കൊണ്ട് നമ്മൾ നിറയും. ഈ ചൈതന്യങ്ങളും ഈ പ്രാർത്ഥനകളുമെല്ലാം നമ്മൾ സ്വരുക്കൂട്ടി വെച്ച് കഴിയുമ്പോൾ ആവശ്യ സമയത്ത് നമുക്കും അത് എടുക്കാൻ സാധിക്കും. അതാണ് ഹെബ്രായർ 4:16 വചനത്തിൽ പറയുന്നത്, വേണ്ട സമയത്ത് കൃപയും കാരുണ്യം ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാമെന്ന്. വേണ്ട സമയത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് സാധിക്കുമ്പോഴെല്ലാം നമ്മൾ പ്രാർത്ഥനകൾ സ്വരുക്കൂട്ടി വയ്ക്കുക, സ്വർഗരാജ്യത്തിലേക്ക് നമ്മൾ അത് കൊടുക്കുക. എന്താണ് ഇൻഡൾജൻസ് അഥവാ ദണ്ഡവിമോചനം എന്നാൽ? വിശുദ്ധരുടെ പ്രാർത്ഥനകൾ എല്ലാം കൂടി സഭ സ്വരുക്കൂട്ടി വച്ചിരിക്കുകയാണ്. അവ ആവശ്യമുള്ള സമയത്ത് മാർപ്പാപ്പ അനേകർക്ക് വേണ്ടി നൽകുന്നതാണ് ആ ദണ്ഡവിമോചനം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രാർത്ഥനകൾ സ്വരുക്കൂട്ടി വെച്ചാൽ സഭ അതെടുത്ത് ആവശ്യമുള്ള സമയത്ത് മറ്റുള്ളവർക്ക് നൽകും. അതുകൊണ്ട് നമുക്കും പ്രാർത്ഥനയാകുന്ന നിക്ഷേപം കരുതാം. പ്രത്യേകിച്ച് നാം വ്യക്തിപരമായ പ്രാർത്ഥനയെല്ലാം തുടങ്ങിയിട്ട് 2-3 ദിവസം പ്രാർത്ഥിക്കാതിരുന്നാൽ 2 കൊരിന്തോസ് 12-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ 8 ദുർഗുണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ചീത്ത സ്വഭാവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പറയാണ്, കലഹവും അസൂയയും കോപവും മാത്സര്യവും അഹങ്കാരവും അസ്വസ്ഥതയും ഇവയെല്ലാം ആയിരിക്കുമോ ഞാൻ കണ്ടെത്തുന്നതെന്ന് വിശുദ്ധ പൗലോസ് തൻ്റെ ശിഷ്യരെക്കുറിച്ച് ആകുലരാകുന്നുണ്ട്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ പ്രാർത്ഥന നമ്മൾ കുറച്ചാൽ, പ്രാർത്ഥന നമ്മൾ നിർത്തിയാൽ ഇതാണ് പാപങ്ങളായിരിക്കും നമ്മളെ ഭരിക്കുന്നത്, അല്ലെങ്കിലോ ദൈവിക ചൈതന്യമായിരിക്കും നമ്മളെ ഭരിക്കുന്നത്. അതാണ് 1 യോഹന്നാൻ 3-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ പറയുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യാൻ കഴിയുകയില്ല, കാരണം ദൈവ ചൈതന്യം അവനിൽ വസിക്കുന്നു. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ കഴിയുകയില്ല. ഇതുവഴി ദൈവത്തിൻ്റെ മക്കളാരെന്നും പിശാചിൻ്റെ മക്കളാരെന്നും വ്യക്തമാണ്. അപ്പം ദൈവിക ചൈതന്യം നമ്മളിൽ വസിക്കുന്നത് കൊണ്ട് നമുക്ക് പാപം ചെയ്യാൻ കഴിയില്ല. പ്രത്യേകിച്ച് വ്യക്തിപരമായ പ്രാർത്ഥനയുള്ള ഒരു വ്യക്തിക്ക് പാപത്തിൽ പോയി പെട്ടെന്ന് വീഴാൻ സാധിക്കുകയില്ല. കാരണം ദൈവചൈതന്യം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന വഴി ദൈവിക ചൈതന്യങ്ങൾ കൊണ്ട് നമുക്ക് നിറയാം. വ്യക്തിപരമായ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവമായിട്ടുള്ള സംഭാഷണമാണെന്ന് നാം പറഞ്ഞു. ദൈവം തിരിച്ചും നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കാൻ നമ്മുടെ ഹൃദയത്തെ ഒരുക്കണം. ആദ്യകാലങ്ങളിൽ നാം എപ്പോഴും അങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. ദൈവിക സ്വരം ശ്രവിക്കാനോ അത് തിരിച്ചറിയാനോ നമുക്ക് സാധിക്കുകയില്ല. ഇതാണ് 1 സാമുവേൽ 3-ാം അധ്യായത്തിൽ 1 മുതൽ 10 വരെയുള്ള തിരുവചനത്തിൽ സാമുവേലിനെ കർത്താവ് വിളിക്കുന്നുണ്ട്. സാമുവേൽ സാമുവേൽ എന്ന് വിളിച്ചപ്പോൾ സാമുവേലിന് തിരിച്ചറിയാൻ സാധിച്ചില്ല എന്ന ആ പുരോഹിതൻ്റെ അടുത്ത് സാമുവേൽ പോയി ചോദിക്കുന്നുണ്ട്, ഗുരു അങ്ങനെ വിളിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഏലി കർത്താവിൻ്റെ സ്വരം പണ്ട് ശ്രവിച്ചിട്ടുണ്ട്. ഏലിക്ക് മനസ്സിലായി അത് കർത്താവാണ് അവനെ വിളിച്ചതെന്ന്. അപ്പം നമുക്ക് ആദ്യമേ ദൈവിക സ്വരം തിരിച്ചറിയാൻ സാധിക്കത്തില്ല. ദൈവം നമ്മുടെ ആത്മാവിൽ വചനം തരും, അതും നമുക്ക് തിരിച്ചറിയാൻ ആദ്യമേ ഒന്നും സാധിക്കത്തില്ല. എങ്കിലും നാം
ദൈവിക സ്വരം ശ്രവിക്കാൻ വേണ്ടി സമയം നൽകണം. നിശബ്ദമായിട്ട് നമ്മൾ ആ ആത്മാവിൻ്റെ കാതുകൾ ഓർത്തിരിക്കുക. മർത്തായെ പോലെയുള്ള ഉത്കണ്ഠതയും ആകുലതയും പരിപൂർണമായിട്ട് വെടിഞ്ഞ് നമ്മുടെ ബുദ്ധിയും മനസ്സും ചിന്തകളും എല്ലാം നമ്മൾ സസ്പെൻഡ് ചെയ്ത് അതിനെ പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്ത് കഴിയുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കുവാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി നമ്മൾ 1, 2, 3 മാസക്കാലം നമ്മൾ കാത്തിരിക്കണം. അത് കഴിയുമ്പോഴാണ് കർത്താവിൻ്റെ സ്വരം ഒന്നെങ്കിൽ വചനങ്ങളായിട്ടായിരിക്കാം തരുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ദൈവം നമുക്ക് തരും. അതിനുവേണ്ടി നമ്മൾ സമയം കൊടുക്കണം. 1 കൊരിന്തോസ് 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, മനുഷ്യൻ്റെ അന്തർഗതങ്ങൾ അവൻ്റെ ആത്മാവിനല്ലാതെ മറ്റാർക്കും അറിയാൻ സാധിക്കാത്തതുപോലെ ദൈവിക ചിന്തകൾ ഗ്രഹിക്കാൻ ദൈവാത്മാവിന് മാത്രമേ കഴിയുള്ളൂ. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിച്ചാലോ ദൈവിക ചിന്തകൾ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. അതാണ് ദൈവത്തിൻ്റെ മനസ്സും അറിയുന്നവരാകാൻ നമുക്ക് സാധിക്കും. പൗലോസ് ശ്ലീഹ ചോദിക്കുന്നത് 1 കൊരിന്തോസ് 2-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ, കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവിധം അവിടുത്തെ മനസ്സവർ അറിഞ്ഞവർ ആരുണ്ട്? ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. ഇത് പറയാനുള്ള ഒരു ആത്മധൈര്യം നമുക്കും ഉണ്ടാകേണ്ടതല്ലേ? കർത്താവിൻ്റെ മനസ്സ് നമുക്ക് അറിയാൻ വേണ്ടി, കർത്താവിൻ്റെ ചിന്തയിലേക്ക് കടന്നു വരുവാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. സങ്കീർത്തനം 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവിടുത്തെ ചിന്തയിൽ വരാൻ മനുഷ്യന് എന്ത് മേന്മയാണുള്ളത്? അവിടുത്തെ പരിഗണന ലഭിക്കാൻ അവന് എന്ത് അർഹതയാണുള്ളത്? അപ്പം ഉണ്ട്, അർഹതയുണ്ടോ? ആ ദൈവത്തിൻ്റെ ചിന്തയിലേക്ക് നമുക്ക് കടന്നു വരാൻ പറ്റും. ദൈവത്തിൻ്റെ പരിഗണന നമുക്ക് ലഭിക്കാൻ കഴിയും. എങ്ങനെ? ദൈവകൃപ നമ്മളും നിറഞ്ഞാൽ ദൈവിക സ്വഭാവത്തിലേക്ക് നമുക്കും കടന്നു വരാം. 1 കൊരിന്തോസ് 6-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ, കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏക ആത്മാവായി തീരുന്നു. അപ്പം നമ്മൾ ഈ ദൈവവുമായിട്ട് നമുക്ക് ഒന്നായിത്തീരാം. നമ്മൾ കർത്താവുമായിട്ട് ഏകാത്മാവായി തീർന്നാൽ അവിടുത്തെ ചിന്തകളും അവിടുത്തെ രഹസ്യങ്ങളും എല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഒരിക്കൽ നമ്മൾ ദൈവിക സാന്നിധ്യം അനുഭവിച്ചാലോ അത് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കും. വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതി ഉപമിക്കുന്നുണ്ട്, ഒരു ഇരുമ്പ് കട്ട തീക്കകത്ത് കൊണ്ട് ഇട്ടാൽ കുറച്ച് കഴിയുമ്പോൾ ആ ഇരുമ്പ് കട്ട തീക്കനൽ പോലെ തന്നെയായിത്തീരും. അത് തമ്മിൽ തിരിച്ചറിയാൻ സാധിക്കത്തില്ല. ഇതുപോലെയാണ് നമ്മൾ ആ ദൈവിക സാന്നിധ്യം അനുഭവിച്ചാൽ, ദൈവവുമായിട്ട് ഒന്നായി തീർന്നാൽ ആ ദൈവിക രഹസ്യങ്ങളെല്ലാം കൊണ്ട് നമ്മളെ നിറയും. ആ ഇരുമ്പ് കട്ട പോലെ തന്നെ തിരിച്ചറിയാൻ സാധിക്കത്തില്ല. ആ ദൈവിക സാന്നിധ്യത്തെയും ആ ദൈവിക കൃപകളെയും നമ്മളെയും തമ്മിൽ തിരിച്ചറിയാൻ സാധിക്കത്തില്ല. എന്നാൽ ഈ ഇരുമ്പ് കട്ട തീയിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് മാറ്റിക്കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ അത് കരിക്കട്ട പോലെ ഇരിക്കും. ഇതുപോലെയാണ് ആ ദൈവിക സാന്നിധ്യത്തിൽ നിന്ന് മനുഷ്യരായ നമ്മൾ പുറത്തു വന്നാൽ കരിക്കട്ടയുടെ അവസ്ഥയായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ആ ദൈവിക സാന്നിധ്യത്തിലായിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. റോമാക്കാർക്ക് ലേഖനത്തിൽ 8-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ, എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. എങ്ങനെയാണ് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയില്ല, എന്നാൽ ഈ നമ്മളിലുള്ള ആത്മാവ് അവാച്യമായ നെടുവീർപ്പ് വഴി ആ ദൈവത്തെ പ്രാപിക്കാൻ സാധിക്കുന്നു. അങ്ങനെ നമ്മൾ ദൈവവുമായിട്ട് ഒന്നായി തീരാൻ കഴിയുന്നു. ഈശോ വിളിച്ചതും തന്നോട് കൂടെ ആയിരിക്കാനാണ്. ഈശോ ദൈവമായിട്ടും പിതാവായ ദൈവത്തോട് ഒപ്പം രാത്രി മുഴുവൻ ചെലവഴിച്ചെന്നാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 12-ാം വചനത്തിലെല്ലാം പറയുന്നത്. പ്രത്യേകിച്ച് ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിലും 36 മുതലുള്ള തിരുവചനത്തിൽ ഈശോ ഗെത്സെമനിയിൽ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴും യഥാർത്ഥത്തിൽ ആ ഈശോയുടെ പിറ്റേ ദിവസത്തെ പീഡാസഹനവും കുരിശുമരണവും തലേ ദിവസം ആ വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ അവിടുത്തെ വിയർപ്പുകൾ രക്തത്തുള്ളികളായി മാറിയപ്പോൾ അവിടുത്തെ പീഡാസഹനം പൂർത്തിയായി. ഇതുപോലെ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് പീഡകൾ സഹിക്കാൻ എളുപ്പമാണ്. കാരണം ദൈവം മുൻകൂട്ടിൽ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി കൊടുക്കും. ഈശോയെ സംബന്ധിച്ച് ആ പൂങ്കാവനത്തിൽ വെച്ച് തന്നെ അവിടുത്തെ പീഡാസഹനം
പൂർത്തിയായി. എന്നിട്ട് അവസാനം ഈശോ പറയാണ്, പിതാവേ, എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന്. അപ്പം നമ്മുടെ ഈ ജീവിതത്തിൽ വ്യക്തിപരമായ പ്രാർത്ഥനകളുണ്ടോ? എന്തെല്ലാം സഹനങ്ങൾ വന്നാലും ഏതെല്ലാം അവസ്ഥയിലൂടെ കടന്നു പോയാലും നമ്മുടെ ഹിതമല്ല ഈശോയുടെ ഹിതം നമ്മുടെയും ജീവിതത്തിൽ പൂർത്തിയാക്കുവാൻ, അതിനോട് യേസ് പറയാൻ നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കും. അതിനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.